ഞാൻ ഇന്നലെ ചെയ്തു വെച്ച ഇവിടെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഓക്കെ. ജിത്ഹബിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പോ ഞാന് ഈ നമ്മളൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ടെംപ്ലേറ്റിനെ നമ്മളിതില് ഇപ്പം നമ്മളിപ്പോൾ എന്താ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോബ് സീക്കറിൻ്റെയും ഈ ജോബ് പ്രൊവൈഡറിനും ഓരോ ഡാഷ്ബോർഡ് ഉണ്ടാക്കണം. ഓക്കെ, ഈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഇവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന സ്ക്രീനാണ്. ഓക്കെ, അത് നമ്മൾ അതിനകത്ത് കുറച്ച് ടൈപ്പിംഗ് കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ ഈ ഡാഷ്മിനെ ഞാൻ ഇതിനെ കോപ്പി ചെയ്തു, ടാസ്ക് അപ്പിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ നമ്മൾ ഇതിന്റെ ഈ ഇൻഡെക്സ് ഇൻഡെക്സിനെ ഞാൻ ലോഗിൻ മാറ്റാൻ പോവാ. ഓക്കെ, ഈ ഇൻഡെക്സിനെ ഞാൻ ഇതിനെ കോപ്പി ചെയ്തു. എന്നിട്ട് ടാസ്ക് അപ്പിൽ കൊണ്ടുപോയിട്ട് ഈ ടാസ്കിൽ കൊണ്ടുപോയിട്ട് ഹോമിൽ കൊണ്ടുപോയിട്ട് ടെംപ്ലേറ്റ്സിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഈ ഒന്നുമില്ലെങ്കിൽ ഹോമിൽ അല്ലെങ്കിൽ പുറത്ത് ഇതിനെങ്ങനെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ ഇൻഡെക്സിന് ഞാൻ പേര് ഉപയോഗിക്കാത്ത വേറെ കാര്യങ്ങളുണ്ട്. ലോഗിൻ ഡാഷ്ബോർഡ്, ജോബ് സീക്കർ, ജോബ് വേണ്ട, സീക്കർ അണ്ടർസ്കോർ ഡാഷ്ബോർഡ് എന്നാക്കി ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഈസ് ദറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഇതിൽ പോയിട്ട് ഞാൻ ഈ സീക്കറിനെ ഞാൻ ത്രൂ ജാങ്കോ ഞാൻ ഇത് കൊണ്ടുവരാൻ നോക്കണം. ഓക്കെ, ഡെഫിനിഷൻ സീക്കർ അണ്ടർസ്കോർ ഡാഷ്ബോർഡ് റിക്വസ്റ്റ്. ഇതിനകത്ത് എന്താ വേണ്ട? എനിക്ക് ഇതിനെ ഈ റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കൺട്രോൾ സി ഇപ്പോ ജോബ് സീക്കർ അണ്ടർസ്കോർ ലോഗിൻ ഹോം എന്നുള്ള ഫോൾഡറിന്റെ ഉള്ളിലാണ് ഈ ജോബ് സീക്കർ ലോഗിൻ എന്നുള്ള ജോബ് സീക്കർ ഡാഷ്ബോർഡ് അല്ല വേണ്ടത്. സീക്കർ ഡാഷ്ബോർഡ് വെളിയിലാണ് കേട്ടോ. ഇവിടെയാണ് ഈ സീക്കർ ഡാഷ്ബോർഡ് ഉള്ളത്. ഇതാണ് HTML ഫയല്. ഓക്കെ, നമ്മൾ വ്യൂസിൽ പോയിട്ട് ഹോം / വേണ്ട, കാരണം ഇത് ജസ്റ്റ് ഇതിലാണുള്ളത്. ഓക്കെ, സീക്കർ അണ്ടർസ്കോർ ഡാഷ്ബോർഡ് .html. മനസ്സിലായോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഞാൻ ഈ URLസിൽ പോയിട്ട് ഞാനൊരു URL ഉണ്ടാക്കണം. ഓക്കെ, പാത്ത് സീക്കർ ഡാഷ്ബോർഡ്. ഓക്കെ, ഏത് വ്യൂ ആണ്? വ്യൂസിൽ എന്താ നമ്മൾ പേര് കൊടുത്തിട്ടുള്ള സീക്കർ അണ്ടർസ്കോർ ഡാഷ്ബോർഡ്. ഓക്കെ, comma name is equal to okay control S. ഞാൻ ഇതിനെ സേവ് ചെയ്തു കേട്ടോ. അതിനെല്ലാം ഫയൽ സേവ്
ഈ വ്യൂസിന് സേവ് ഓക്കെ. ഇപ്പൊ ഞാൻ ഈ URL ഈ സീക്കർ ഡാഷ്ബോർഡ് എന്നുള്ള URL-ലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താ കാണേണ്ട, ഈ ടെംപ്ലേറ്റിന്റെ രൂപം കാണണം. പക്ഷെ ഈ ടെംപ്ലേറ്റിന് നമ്മൾ CSS ഫയൽസ് ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാനിതൊക്കെ തന്നെ പൈത്തോൺ manage.py റൺ സെർവർ എന്താ വെച്ച് കഴിഞ്ഞാൽ കമാൻഡ് ഓക്കെ cd ടാസ്ക്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ /seeker_dashboard അടിച്ചു കഴിഞ്ഞാൽ ഈ ഡാഷ്മിൻ്റെ അത് വരുന്ന കണ്ട, റൈറ്റ്? ഇത് മനസ്സിലായോ? ഇതിനകത്ത് ഇങ്ങനെ വൃത്തിയായിട്ട് വരാതെ ഇതിനകത്ത് ഇങ്ങനെ വരുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ CSS ഫയൽസോ ഈ ലൈബ്രറീസോ ഇതൊന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡിങ് ബൂട്ട്സ്ട്രാപ്പ്, മിന്ന്, ഈ CSS സ്റ്റൈൽ ഇതൊന്നും ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജാങ്കോയിൽ നമ്മൾ അതിനൊക്കെ സ്റ്റാറ്റിക് ഫയൽസ് ആണ്. സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ സെർവറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന URL ഇത് നമ്മൾ ഈ ലോക്കൽ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ അഡ്രസ്സിലേക്കാണ് പോകുന്നത്. പക്ഷെ വെബ് സെർവറിൽ ചെയ്യുമ്പോൾ സെർവറിന്റെ അഡ്രസ്സിലേക്കാണ് ഇതെല്ലാം പോകേണ്ടത്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഈ ഫയലിലാണ്, ഇവിടെയാണ് നമ്മൾ ഈ CSS-ഉം ഇതുമൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പോയിട്ട് ഈ സ്റ്റാറ്റിക്കിൽ പോയിട്ട് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാഷ്ബോർഡ് എന്നാക്കി. ഓക്കെ, ഡാഷ്ബോർഡ്. എന്നിട്ട് ഇതിൽ കാണുന്ന ഈ ഫയൽസ് ഇല്ല, ഡാഷ്ബോർഡിൽ കാണുന്ന ബാക്കിയുള്ള ഈ ഫയൽസ് ഇതിനെ അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഈ ടാസ്കിൻ്റെ ഹോമില് സ്റ്റാറ്റിക്കിൻ്റെ ഉള്ളിലുള്ള ഡാഷ്ബോർഡിൽ ഞാൻ ഇതിനെ സേവ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലോഡ് സ്റ്റാറ്റിക്. ഇത് ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം പഠിപ്പിച്ചതാ. ആരറിയോ? അജിലിനെ ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചതാ. അല്ല ഞാൻ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ സ്റ്റാറ്റിക്കിനകത്ത് ഇതിനകത്ത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക്കിനകത്ത് ഡാഷ്ബോർഡിനകത്താണ് ഇതെല്ലാം കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ CSS-ന്റെ ഞാൻ കാണിച്ചു തരാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സ്റ്റാറ്റിക് എന്നാക്കിയിട്ട് ഇത് ഫുൾ. ഓക്കെ, ഇനി നമ്മളിത് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു URL-നകത്താണ് ഇതിനെ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡാഷ്ബോർഡ് / ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ ഈ ഡാഷ്ബോർഡിനകത്തുള്ള ലിബിനകത്തുള്ള ഓൾ കറോസലിനകത്തുള്ള ഈ min.css-നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്?
മനസ്സിലാവുണ്ടോ? ഓക്കെ. സ്റ്റാറ്റിക്. ഓക്കെ. ഈ സ്റ്റൈൽ ഷീറ്റുകളൊക്കെ ഇതിനകത്ത് ഈ ഡാഷ്ബോർഡ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് ഈ ഡാഷ്ബോർഡിന്റെ ആവശ്യമുണ്ട്. ഓക്കെ. 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 ഞാൻ ഇതിനെ സേവ് ചെയ്തു. ഇതിനെ സ്റ്റാറ്റിക്കിൽ നമ്മൾ ഈ പറയുന്ന ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഇതിനെ പുള്ള് ചെയ്യാണ് ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോ ഞാൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജാവാ സ്ക്രിപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ. ഇതിനെ തൽക്കാലം ഞാൻ ഇതിനെ കട്ട് ചെയ്തു. Ctrl+X. അത് പ്രീ ലോഡർ ആണത്. കണ്ടോ? ഫുൾ ഇത് വന്നത് കണ്ടോ? മനസ്സിലായോ? ഇനി ഇതേപോലെ ഈ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ജാവാ സ്ക്രിപ്റ്റിൽ അതുപോലെ കൊടുക്കണം. ഓക്കെ. കംപ്ലീറ്റ് സ്ക്രിപ്റ്റില് HTTPS എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലിങ്ക് ആണ്. അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിലൊക്കെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ. ഇതിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റിക്കിൽ നിന്ന് ഈ സ്റ്റാറ്റിക് ലോഡ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡയറക്ടറിയുടെ ലൊക്കേഷൻ മാറിയത് കൊണ്ടാണ് ഇത് വരാത്ത. മനസ്സിലായോ? അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങൾ അതിന് മുമ്പ് ഞാൻ ഇതിനെ പ്രീലോഡർ സെറ്റ് ചെയ്യട്ടെ. ഇതുപോലെ ഇമേജസ് ഇല്ല, ഇമേജസിലും ഒക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായോ? ഹലോ, നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതിങ്ങനെ കൊണ്ടുവരേണ്ട എങ്ങനെ മനസ്സിലായോ? ഈ ജോൺ ഡോന്റെ ഇമേജ് ഇവിടെ കാണുന്നില്ല, റൈറ്റ്? എന്തുകൊണ്ടാണ് കാണാത്ത? ഇതിന് ജാവാ സ്ക്രിപ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, വെറും CSS മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ ജാവാ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാത്തതിന് കാരണം എന്താ? ഇതാണ്. ഇത് സോഴ്സ് ഇമേജ് യൂസർ ഇല്ലേ? ഈ ഇമേജ് വരുത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡാഷ്ബോർഡ് സ്ലാഷ്, എന്നിട്ട് ഇതിനെ സ്റ്റാറ്റിക്കിൽ നിന്ന് ലോഡ് ചെയ്യണം, റൈറ്റ്? ഓക്കെ. സ്റ്റാറ്റിക്. ഇപ്പോ ഞാൻ ഇതിനെ സേവ് ചെയ്തു. ഇപ്പൊ ഈ ഇമേജ് നിങ്ങൾ ഇതിൽ കാണില്ല, ഈ ജോൺ ഡോവിന്റെ ഇമേജ് ഇതിനകത്ത് കാണുന്നില്ല. പക്ഷെ ഞാൻ റിഫ്രഷ് ചെയ്താൽ അത് കാണും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കിൽ നിന്ന് അത് കൊണ്ടുവന്നു, റൈറ്റ്? അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ഡാഷ്ബോർഡ് ഇമേജ് യൂസർ.
static. സേവ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് വരാത്ത. സോഴ്സ് അല്ല, ഇമേജ് വരും കേട്ടാ. സോഴ്സ് നോക്കട്ടെ, ഒരു മിനിറ്റ്. അല്ല, ഇവിടുത്തെയാണ്, ഈ മെസ്സേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടാ. ഇവിടെ വന്ന കണ്ടോ നിങ്ങള് ഈ ജോൺ ഡോന്റെ ഇമേജ്? ഹലോ, നേരത്തെ വരില്ല. ഇപ്പൊ ഞാൻ ഈ ഇവിടുത്തെ ഇമേജ് ഞാൻ കാണിച്ചു തരാം. അത് എവിടെ ലൊക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇത് എവിടെ അറിയോ? ജോൺ ഇല്ല, ഇവിടെയാണ് റൗണ്ടഡ് സർക്കിൾ, സൈഡ് ബാറാണ് മെസ്സേജ്. അവിടെ ജോൺ ഡോ അഡ്മിൻ, കൺട്രോൾ അഡ്മിൻ. ഇതാ ഈ അഡ്മിന്റെ മുകളിലുള്ള ഇവിടുത്തെ ഇമേജ് ആണ് വരാതിരുന്നല്ലേ നേവിഗേഷൻ ബാറിൽ. ഇവിടെ ഇമേജ്. ഓക്കെ, ഈ ഡാഷ്മിനെ മാറ്റി ഞാൻ ഇതിനെ ടാസ്ക് ഒക്കെ മാറ്റി. ഫോർ എക്സാമ്പിൾ ക്യാഷ് ടാസ്ക്. ഓക്കെ, എന്നിട്ട് div class beyond. ഈ ഇമേജ് ഇല്ലേ, ഈ ഇമേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാ. ഇതിന് സ്റ്റാറ്റിക്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനെ സേവ് ചെയ്തിട്ട് ഇതിനെ റൺ ചെയ്താൽ ഈ ഇമേജ് വരും. എന്താ ഇത് ഡാഷ്ബോർഡ് കൊടുത്തിട്ടില്ല. ഡാഷ്ബോർഡ് സ്ലാഷ് ഇത് കണ്ടോ, ഈ ഇമേജ് വന്ന മനസ്സിലായോ? ഹലോ, മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ?
നിങ്ങൾ ഇതിനെ ടാസ്ക് അപ്പുമായിട്ട് നിങ്ങൾ അതിനെ മാച്ച് ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഈ പറയുന്ന വാല്യൂസും ഈ യൂസർ നെയിമും ഇതുമൊക്കെ നമ്മൾ ഡേറ്റാബേസിൽ നിന്നാണ് എടുക്കേണ്ടത്. ഡേറ്റാബേസിൽ നിന്ന് എങ്ങനെ എടുക്കേണ്ടതെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടാ? ശരി, അത് നിങ്ങൾ നോക്കിയിട്ട് റെഡിയാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് അതിലേക്ക് കോൾ ഫോർ ചെയ്യാൻ മനസ്സിലായി. ആശ കേൾക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ അതങ്ങനെ റെഡിയാക്കിയിട്ട് നാളേക്ക് നമുക്കത് ഈ 2 ഡാഷ്ബോർഡും റെഡി ആവണം. ജോബ് സീക്കറിന്റെയും ഇതിന്റെയും. ഓക്കെ, എന്നിട്ട് ഈ സോഴ്സിലൊക്കെ എല്ലാറ്റിനും സ്റ്റാറ്റിക് ഇൻക്ലൂഡ് ചെയ്യണം. ജാവാസ്ക്രിപ്റ്റിൽ ഒന്നിലും ഞാൻ സ്റ്റാറ്റിക് ആക്കിയിട്ടില്ല. ഞാൻ ഇതിന്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. സീക്കർ ഡാഷ്ബോർഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങളതൊന്ന് സീക്കർ ഡാഷ്ബോർഡ്, അതായത് ജോബ് സീക്കറിന്റെ ഡാഷ്ബോർഡും ജോബ് പ്രൊവൈഡറിന്റെ ഡാഷ്ബോർഡും നാളെ ഒരു 8-9 മണിയാകുമ്പോഴേക്കും റെഡിയാക്കണം. ഓക്കെ, റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ